അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ രാവിലെ വിളക്കൊക്കെ കത്തിച്ചു, അതിന് ശേഷം ദോശ ഇട്ടു. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അത്ര രാവിലെ എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എല്ലാവരും പറയുന്ന വെളുപ്പിനെയൊക്കെ 4:30 5 മണി 4 മണിക്കൊക്കെ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ദോശ ഇട്ടു. ദോശ ഇട്ട് കഴിഞ്ഞാൽ എന്താ, ഒരു വെടിക്ക് 3 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ, 2 പക്ഷിയാണോ 3 പക്ഷി പറയുന്ന പോലെ ഒരു വെടിക്ക് 3 ദോശ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ദോശ, നമ്മുടെ തട്ട് ദോശ, തേങ്ങാ ചമ്മന്തി, മുളക് ചമ്മന്തി. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 8 മണിയായപ്പോൾ തന്നെ കഴിച്ചു. ഞാൻ 3 ദോശ എടുത്തു. പിന്നെ ഇന്ന് രാവിലെ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ അതുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചായ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ചായ ഒരു ട്രിപ്പ് ഞാൻ രാവിലെ കുടിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് ഈ ദോശ, പക്ഷേ എന്താ പറയുക, ഈ ദോശയുടെ കൂടെ എരിവുണ്ടല്ലോ, ചമ്മന്തിയും മറ്റേ മുളക് ചമ്മന്തിയായിട്ട് എരിവുള്ളത് കൊണ്ട് എരിവിൻ്റെ കൂടെ ചായ കുടിക്കണം. അത് ഇഡ്ഡലി സാമ്പാറും ചായയും കൂടി, ചൂട് ചായയും കൂടി കുടിക്കണം അല്ലേ, എന്ത് ടേസ്റ്റാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ദോശയും ഈ ചമ്മന്തിയും മുളക് ചമ്മന്തിയും ഈ ചായ, ചൂട് ചായയും കൂടി കുടിച്ചാണല്ലോ നല്ല സ്വാദാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും രാവിലെ ചമ്മന്തി, ദോശ, മുളക് ചമ്മന്തി, അപ്പോൾ ചായയും. അപ്പോൾ നമുക്ക് എന്തായാലും രാവിലത്തെ ആഹാരം കഴിക്കാം. അപ്പോൾ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എന്തൊക്കെയായിരുന്നു എല്ലാവർക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പം എനിക്ക് മൊരിഞ്ഞ ദോശയെക്കാട്ടിലും ഇഷ്ടം ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ തട്ട് ദോശ ഇഷ്ടം. മൊരിഞ്ഞ ദോശ ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ കൂടെ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും വേണം. പിന്നെ ഞാൻ ഉള്ളിത്തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് അടുപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ദോശ കഴിച്ചു. രാവിലെ തന്നെ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ ഞാൻ രാവിലെ 8:30 ആയപ്പോൾ തന്നെ കഴിച്ചു. അപ്പോൾ ഇടയ്ക്ക് ക്യാമറ വെക്കാൻ സ്പേസ് കിട്ടില്ല. എനിക്കിങ്ങനെ ഈ പാത്രം ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ, ഈ പാത്രത്തിൽ കഴിക്കാനാണ് ഇഷ്ടം. മറ്റ് പ്ലേറ്റിൽ കഴിക്കാൻ എനിക്ക് അത്ര ഇതല്ല. ഇതിൽ ചോറുണ്ണാനും ഇങ്ങനെയുള്ള ആഹാരം കഴിക്കാനും ഒക്കെ ഇഷ്ടം ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെന്തോ ഒരു കംഫർട്ടാണ് എനിക്ക്. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പം ചായ കുടിക്കുക. അങ്ങനെ ചായ കുടിക്കാനായിട്ട് എടുത്തപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെയ്യെ കുടിക്കാമെന്ന്. പിന്നെ രാവിലെ നമ്മളൊരു 8:30 9 മണിയാകുമ്പോൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷേ നമുക്ക് അപ്പോഴത്തേക്ക് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിശക്കും. അപ്പോൾ ടൈമിംഗ് ആവും, കറക്റ്റ് ടൈമിങ്ങിനുള്ള ആഹാരമാവും. പക്ഷേ ഞാൻ അങ്ങനൊന്നും കഴിക്കാറില്ല. ഇപ്പോൾ വീണ്ടും ഒന്ന് കഴിച്ച് ശീലിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, ആരോഗ്യമൊക്കെ ശരിയാവുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ചായ ആയാലും ഞാനിങ്ങനെ നമ്മുടെ ഈ ഗ്ലാസ്സിലൊക്കെ കുടിക്കുന്നതിനേക്കാളും എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ വെജിറ്റേറിയൻ ആര്യേഴ്സിലൊക്കെ പോകുമ്പോൾ തരില്ല, അതാണ് ഇഷ്ടം. അതിന് ശേഷം ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. എന്തിനാണെന്നറിയാമോ? നമ്മുടെ മിത്രയ്ക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമായിരുന്നു. ഇതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും നമ്മുടെ ആധാറും ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. അപ്പോൾ സ്കൂളിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അതെടുത്തു. പുള്ളിക്കാരി ഇനി 5th പുതിയ സ്കൂളാണ്, ചേച്ചിയുടെ സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ഇത് അവളുടെ മാത്സ് ടീച്ചറാണ് കേട്ടോ, ചൈത്രയുടെ മാത്സ് ടീച്ചറാണ്. അപ്പം ടീച്ചറായിരുന്നു ഇന്ന് അഡ്മിഷൻ എടുത്ത. ഇപ്പോൾ അല്ല, അവളിപ്പോൾ 6th അവളുടെ ഇപ്പോഴത്തെ അല്ല, 5th ടീച്ചറായിരുന്നു. അവളുടെ ക്ലാസ് ടീച്ചർ രാഹി എന്ന് പറഞ്ഞ ടീച്ചറാണ്. അപ്പം ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ഇത് ചൈത്രയുടെ അനിയത്തിയാണ്. ചൈത്രയെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ അനിയത്തിയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോമൊക്കെ അവർ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ, നമ്മളല്ല, അവർ തന്നെ എല്ലാം ഫില്ല് ചെയ്ത് തരും. പിന്നെ മാനേജ്മെൻറ്റ് സ്കൂളാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു എന്തൊക്കെയാണെന്നുള്ള അത് എഗ്രിമെൻറ്റ് പോലെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ, രാവിലെ തല കെട്ടിക്കൊണ്ട് നല്ല അച്ചടക്കത്തോടെ വരണം, തലമുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പം ഇത്ര ചോദിച്ചു, അമ്മ മുടിയില്ലാത്തവരെന്ത് ചെയ്യുമെന്ന് കേട്ടോ. അത് ആ സംശയമൊക്കെ ടീച്ചറും ഞാനും കൂടി ദൂരീകരിച്ചൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് കലണ്ടർ കിട്ടി, ഒരു കാർഡും ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ കെട്ടിടം. അത് പുതിയ ബിൽഡിങ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു സ്കൂളാണ് കേട്ടോ, മാനേജ്മെൻറ്റ് സ്കൂൾ, നല്ല സ്കൂളാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ചോറ് കഴിച്ചു. അപ്പം ഞാൻ തക്കാളി മോരൊഴിച്ച് കറി ഉണ്ടായിരുന്നു, പിന്നെ ഇത് ഉള്ളിത്തീയലുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ട് ഉണ്ടാക്കില്ല, ഇന്ന് അഡ്മിഷന് പോകേണ്ടതുകൊണ്ട് വലുതായിട്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇത്രയും കൂടിയാണ് ഇന്ന് ഞാൻ കഴിച്ചത്. അവളപ്പം രാവിലത്തെ ദോശ ഇരുന്നത് അവൾ കഴിക്കുമായിരുന്നു കേട്ടോ. അധികം അവൾക്ക് ഇഷ്ടപ്പെട്ടു, ദോശയും ചമ്മന്തിയും കൂടി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ എനിക്ക് അപ്പോൾ 12:30 1 മണിയായി. അപ്പോൾ ആഹാരം അപ്പോഴത്തേക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ അന്നേരം ആഹാരം കഴിക്കട്ടെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി. താങ്ക് യു.